കെയറിങ്ങിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ടോണി ഉണ്ട്. ടോണി, നമ്മുടെ എഡ്ജ് ഒപ്റ്റിക്കൽസിന്റെ ടോണി. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? We had to purchase few brands like Maujin, YSL, Gucci and ഇതിന്റെയൊക്കെ പുതിയ കണ്ണാടികൾ കാണാനും എടുക്കാനും. പുള്ളി അതാണ് വന്നത്, ഞാൻ കണ്ണാടി കാണാനാണ് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അകത്ത് കയറിയിട്ട് കണ്ണാടി എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ, എന്തായാലും നോക്കാം. ലെറ്റ് സി. YSLന്റെ ഇറങ്ങാത്ത കളക്ഷനാണ് കേട്ടോ ഇരിക്കുന്നത്. എഫ് സൊളറോ എന്തിനാണ് എനിക്ക് എൻ്റെ വായി വരൂല. ടോണി കള്ളക്കാട് എന്താണ് അല്ല പറഞ്ഞ ഇതായാലും പറയണമല്ലോ. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ടോണിക്ക് മാത്രമേ അറിയാവൂ, അല്ലേ ടോണി? എങ്ങനെ കണ്ണാടി വെക്കുന്നു, ലുക്കാണെന്ന് കാണുന്നു, പർച്ചേസ് ചെയ്യുന്നു, അതല്ലേ ഇവിടെ നടക്കണ. ലുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ എന്തായിരുന്നു ഈ ബ്രാൻഡിൻ്റെ പേര്? കെറിങ് കെയറിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അണ്ടറിലാണ് YSL, മോൺ ബ്ലോ, ഇതിൻ്റെ ഒന്നും വായിൽ നിന്നും വരുന്നില്ല, മോൺ ബ്ലാക്ക്, ഗുച്ചി, പിന്നെ മൗജിം, പിന്നെ ബലൻസിയാഗ ഇതൊക്കെ വരുന്നത്. ഇതിൻ്റെയൊക്കെ കണ്ണാടി കാർട്ടിയർ, ഇതിൻ്റെയൊക്കെ കണ്ണാടി ഇവരുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പം മിസ്റ്റർ ടോണി ഇവിടുന്ന് എഡ്ജ് ഒപ്റ്റിക്കൽസിൽ നിന്ന് വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ണാടിയൊക്കെ വെച്ച് കണ്ടല്ലേ, എനിക്ക് വയ്യ. അപ്പോൾ നമ്മൾ അതാണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ അൺറിലീസ്ഡ് മോഡൽസ് ഞാൻ കാണിച്ചു തരാം. വൺ ഡിസ്കഷൻസ് ഹാപ്പനിങ് ഗൈസ്. വെള്ള കണ്ണാടി വേണോ കറുത്ത കണ്ണാടി വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഈ കാണുന്നതാണ് മോണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇറങ്ങാൻ പോകുന്ന കണ്ണാടികൾ. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഗ്ലാസ് കൊള്ളാം. എന്തൊക്കെയോ ടെക്നിക്കലി കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. കണ്ണാടിയുടെ ഹിഞ്ച് പോരാന്നൊക്കെ മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായി, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഇതൊക്കെയാണ് ഡൺഹില്ലിൻ്റെ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന കണ്ണാടികൾ. അലായ്യ, ഇങ്ങനെ ഒരു ബ്രാൻഡാണ് ഇത്. അലായ്യയുടെ ഗ്ലാസസ് ആണ് കേട്ടോ വരാൻ പോണത്. ഇത് നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റണ ഗ്ലാസ് ആണ്. പ്യൂമേര ഗ്ലാസ് ആണ്. അധികം വിലയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട്. ഇതൊക്കെ നൈസ്. ഈ ബ്രാൻഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? മൗജിമിൻ്റെ എൻ്റെ കണ്ണാടി. അതിൻ്റെ അടുത്ത വർഷം ഇറങ്ങാൻ പോണ ഗ്ലാസസ് ആണ് ഇരിക്കണം കേട്ടോ. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡാണ് മൗജിം. എൻ്റെ കണ്ണാടി ഉണ്ടോ എന്തോടാ? ഇല്ലല്ല, ഇതെല്ലാം പുതിയ മോഡൽസാണ്. സോ ഈ പച്ച വയ്ക്കേ നൈസ്. ഇത് പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഗുച്ചി പിന്നെ ഫേമസ് ആണല്ലോ. ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്ത ബ്രാൻഡാണ് ബലൻസിയാഗ. എനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. എഫ് സൊളറോ, എന്തോന്ന് ഗ്ലാസ് ഉണ്ട് YSLൻ്റെ. പൊളി നൈസ് അല്ലേ? ഇതൊക്കെ സെക്സി മോഡൽ. ഇത് പൊളി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എന്താണെന്നോ എന്താ മമ്മൂക്ക കണ്ടു കഴിഞ്ഞാൽ അപ്പം എളുപ്പൊക്കെ പോകും. പിന്നെ മറ്റേ സുരേഷ് ഗോപി വയ്ക്കണം. ഇതെന്താടാ കണ്ണാടിയുടെ അകത്ത് ഗ്ലാസ്. ഈ മോഡൽസ് ഒക്കെ കണ്ടാടേ. ഇതൊന്നും രസോടെ. ബൊട്ടേക്ക വെനേറ്റ. എനിക്കാണ് ഇതിൻ്റെ ബാഗ് എന്തുകൊണ്ട് ഭയങ്കര ഫേമസ് ആണ്. അതിൻ്റെ മോഡൽസാണ് ഇരിക്കണം. അടുത്ത വർഷം ഇറങ്ങാൻ പോകണം. ഇത് ചീറ് സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ക്ലോയി. ഇത് പിന്നെ ക്ലോയി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഈ ബ്രാൻഡ് എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എന്തായി അണ്ണ ഒരു വെറൈറ്റി ഗ്ലാസ് ഉണ്ടോ നിങ്ങൾ? YSL ഈ ഗ്ലാസ് ഉണ്ടോ? നമ്മുടെ നാട്ടിലെ നോർത്ത് ഇന്ത്യയിൽ ഡൽഹി ആൻഡ് മുംബൈ നമ്മുടെ നാട്ടിൽ എന്താ അത് വെക്കാത്ത? അല്ല സ്പെഷ്യൽ എഡീഷൻ എന്നെല്ലാം പറഞ്ഞിട്ട്. അത് ലേഡീസിൻ്റെ ആണോ? അത് ലേഡി ഒന്നുമല്ല. അത് വെക്കാൻ പറ്റുമോ? കണ്ണാടി വെക്കാൻ പറ്റുമോ? കോമഡി അവിടെ നിന്ന് മുട്ട ലുക്ക് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്. സി ഇത് ലേഡീസ് ഒന്നും അല്ല. യൂണിസെക്സ് ആവാനാണ് സാധ്യത. എന്ത് രസം മുട്ട ലുക്ക്. ഈ ഗ്ലാസ് ഉണ്ടോ? ഇത് നമ്മളവിടെ എടുക്കണുണ്ടോ ഈ സെയിം സാധനം? അത് കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷെയ്ഡ് വരുന്നുണ്ട്. ആ ഒരു എല്ലാം പോളറൈസ്ഡ് ആണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രാൻഡ്. പക്ഷെ ഇതെന്ത് റെയ്ബാൻ പോലെ ഫേമസ് ആണ് കേട്ടോ. ഫേമസ് ആണോ? ഓ ഫേമസ് outside. Does very well. ഇവരുടെ അടിയിലുള്ള fourth most performing brand is Maujin. Maujin. Ray-Ban has that
long standing history, so everybody knows Ray-Ban. So ഇത് വെക്കുമ്പം അപ്പുറത്തുള്ള ആൾക്കൂടെ മനസ്സിലാവണമെന്ന് ഞാൻ എന്താ വെച്ചേക്കുന്നതെന്നുള്ളത്, അതുകൊണ്ട് പൈസ സ്പെൻഡ് ചെയ്യുക. ആഹാ, ഈ ഓഫീസിന്റെ വ്യൂ ആണ് കേട്ടോ കാണുന്നത്, ബുർജ് ഖലീഫയും. ആഹാ, എന്ത് രസം നോക്കിയേ. ഇത് ഫുഡ്, നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അപ്പോൾ അതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പുതിയ ഷെയ്ഡ്സ് നമ്മുടെ ടോണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ ചെയ്ത ഷെയ്ഡ്സ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് നെക്സ്റ്റ് ഇയർ ഇറങ്ങാൻ പോകുന്ന സൺഗ്ലാസസുകൾ ഓൺലി അവൈലബിൾ ഇൻ എഡ്ജ് ഒപ്റ്റിക്കൽസ്. എൻ്റെ ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബിൽ ബോർഡ് നാട്ടിൽ. അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലടേ. എനിക്കറിയാം ഞാൻ അവിടെ വരുമ്പോൾ അതൊക്കെ ഊരി കളയും. ഗൈസ്, ഇത് നല്ല രസമാണ് കേട്ടോ. ഈ സാധനം നമ്മൾ വിചാരിക്കും ക്രൗൺ പ്രിൻസിൻ്റെ എന്തോ ഒരു സ്ട്രക്ചറാണ്, പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോണ്ടല്ലേ. സി, ഇനി ബാക്കിൽ വേറൊരാളാണ് കേട്ടോ, ഷേഖ് മുഹമ്മദ്. യെസ്, ഇതാണ് കിങ്ങിൻ്റെ ഫോട്ടോ. ഇത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കമ്പനിയാണ് കേട്ടോ, ലിൻഡ്ബർഗ് എന്നല്ലേ പേര്? അതെ, ലിൻഡ്ബർഗ്. ഇവിടെ എന്തൊരു തിൻ ഫ്രെയിംസ് എന്നറിയോ, കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ കണ്ണാടി ഇരിക്കണമെന്ന് പോലും മനസ്സിലാവില്ല, അമ്മ അതിൽ ലൈറ്റ് വെയിറ്റ്. മൊത്തം ടൈറ്റേനിയം ആണെന്ന് തോന്നുന്നു കേട്ടോ. ഡിസൈനൊക്കെ നോക്കിയാണ് ഞാൻ കാണിച്ചു തരാം കുറച്ചും കൂടെ. കണ്ടാ ഡിസൈൻ കണ്ടാ, എന്ത് രസം നോക്കിയേ. ഇവിടെ മുഖത്ത് വെച്ചേക്കുന്നൊന്നും ഫീൽ ചെയ്യൂല, അത്ര കിടില്ല ഗ്ലാസ്. ഇതാണ് കാർട്ടിയറിൻ്റെ ഫ്രെയിംസ്. നമ്മുടെയൊക്കെ ഷെഡ് കീറി അപ്പുറത്ത് വിലയിരിക്കും. ഇതിൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാല്ലേ. എടാ ഇത് കൊള്ളാം കേട്ടോ, മോജിമിൻ്റെ ഈ കണ്ണാടി ഫങ്കി ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണാടി പൊളി. പെന്നിന്റെ നമ്മള് കുത്തിവെക്കുന്ന അതിന്റെ ഡിസൈൻ ശരിയാണല്ലേ, ശരിയാ. നിങ്ങൾ മോൺ ബ്ലാങ്കിന്റെ പേനയുടെയൊക്കെ വില കണ്ടിട്ടുണ്ടോ? ഇങ്ങോട്ട് അങ്ങോട്ട് പോകാം. പെന്നിന്റെ സെയിം അല്ലേ, മൊത്തം ഡിസൈൻ സ്ട്രക്ചർ മൊത്തം അവരൊരു എന്താണ് ബ്രാൻഡിന്റെ കോർ ഐഡന്റിറ്റി, അതെന്തെങ്കിലുമൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. നിബ് ശരിയാണല്ലേ. നൈസ് നൈസ്. ഇത് കഴിഞ്ഞ വർഷത്തെ മോഡലാണ്, പുതിയ വർഷം വേറെ ലെവലാണ് ഗൈസ്. നമ്മൾ ഈ കമ്പനിയിൽ ഇത്രയും ബ്രാൻഡ്സ് ഉണ്ട്. ഈ ബ്രാൻഡ്സ് എല്ലാം ഈ ബ്രാൻഡിൻ്റെ അണ്ടറിലാണ് ആ കമ്പനിയെല്ലാം. ഞാൻ പോണ്, ടാറ്റ ബൈ ബൈ. അങ്ങനെ നമ്മുടെ ഡോക്ടർ ടോണിക്ക് ഒരു ഗുഡ് ബൈയും പറഞ്ഞ് ഞാൻ പോവുകയാണ് ഗൈസ്. കുറച്ച് നല്ല കുറേ ഗ്ലാസ്സസ് നിങ്ങൾ കണ്ടു കാണും. ഇതൊക്കെ അപ്കമിങ് മോഡൽസ് ആണ്, വരാൻ പോകുന്ന മോഡൽസ്. അപ്പോൾ പുള്ളി അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ലെറ്റ്സ് മീറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. വീട്ടിൽ പോയിട്ട് അവിടെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം എഡ്ജ് ഒപ്റ്റിക്കൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പുള്ളി എടുത്തുകൊണ്ട് പോണ കണ്ണാടിയൊക്കെ ആദ്യം കിട്ടും. അതായത് ഗുച്ചി, മോൺ ബ്ലാങ്ക്, YSL, പിന്നെ ഏതൊക്കെയോ ബ്രാൻഡ് ഉണ്ടായിരുന്നതായി ഞാനും പറഞ്ഞു കേട്ടാ. ഇതിൻ്റെയൊക്കെ ചിമിട്ടം കുറേ കിട്ടില്ല ഫ്രെയിമുകളും സൺഗ്ലാസസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാം എഡ്ജിൽ. അങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് ഡിസൈൻ ഡിസ്ട്രിക്റ്റിലാട്ടോ. ഈ ഡിസൈൻ ഡിസ്ട്രിക്റ്റിലാണ് ഈ കീറിങ് എന്തൊരു ഇറിങ് അവിടെ അതിന് കട ഉള്ളത് ഇവിടെയാണ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൽ. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഡിസൈൻ ഡിസ്ട്രിക്റ്റ്. ഞാൻ കാണിച്ചതൊക്കെയാണ് നല്ല രസമുണ്ട്. നല്ല വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുർജ് ഖലീഫയാണ്. ഉണ്ടോ വ്യൂ ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ വ്യൂ. ഡിസൈൻ ഡിസ്ട്രിക്റ്റിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ബുർജ് ഖലീഫ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകണം, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഇതൊരു ടൊയോട്ട സുപ്ര പോണ കണ്ടോ? ഓ മോനെ ഗൈസ്, ഇതായിരുന്നു കണ്ടോ നമ്മുടെ കാർത്തി, നമ്മുടെ മീനാക്ഷി, നമ്മുടെ സജൂബിക്കാന്റെ കയ്യില് ഒരു വലിയ ഡ്രോൺ ഉണ്ട് ഗൈസ്. എനിക്ക് അങ്ങനെയാണ് പുള്ളി അറിയാവുന്നത്. നമ്മുടെ സ്വന്തം മണവാട്ടി. ഇവര് സേവ് ദ ഡേറ്റ് ആണ്. ഇന്ന് എപ്പോഴാണ് ഈ വീഡിയോ വരാൻ പോണോ? നിങ്ങൾ സേവ് ദ ഡേറ്റ് കുറെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടാ 2-3 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പൊ അപ്പോഴത്തേക്ക് ഞാൻ ഇവിടോളാം. അപ്പൊ സേവ് ദ ഡേറ്റിന്റെ ഷൂട്ടിന് വേണ്ടി വന്നതാണ് രണ്ടുപേരും. അതാണ് കട്ട ലുക്കിലൊക്കെ ഇരിക്കുന്ന എല്ലാവരും. ആൻഡ് ഇപ്പത്തെ സൈഡിൽ വേറൊരാളുണ്ട്, ശ്രാവൺ ബ്രോ. നമ്മുടെ ഈ ബ്രോയിന്റെ മെയിൻ ബ്രോയാണ്. നീ എന്തിനാണ് വന്നത്? ഞാൻ ഒരു വീഡിയോ ഐഡിയ ആയിട്ട് വന്നതാണ്. ബാക്കിലെ 2 ലേഡീസിനെ കണ്ട വ്യൂവേഴ്സിന് സന്തോഷമായി. നീ പറഞ്ഞു, കണ്ടിന്യൂ. അതെ, അവ പറഞ്ഞു വന്നത് ഞാൻ ഒരു വെറൈറ്റി ഐഡിയ ആയിട്ട് വന്നതാണ്. അതിന്റെ എക്സിക്യൂഷൻ അത് പറയല്ലേ, വെറൈറ്റി ഐഡിയ പറയണില്ല. ഓ പറയുമ്പോൾ ഇന്ന് എടുത്തിക്കണ ചിലപ്പോ അടുത്ത വർഷം വരത്തുള്ളൂ. ഓരോരോ കോൺസെപ്റ്റുകളാണ് നടന്നാൽ അത്രേ ഉള്ളൂ. കാർത്തി ഇന്നലെ ഇട്ട
നമ്മുടെ കോട്ടയം നസീർക്കാർ സാധനം ഞാൻ നാട്ടിലുള്ളപ്പോൾ എടുത്തതാണ്. അത് ഇന്നലെയാണ്, അതായത് ഇന്നലെ എന്ന് പറയുമ്പോൾ നവംബർ 30-ാം തീയതിയാണ് അത് വന്നത്. പിന്നെ എടുക്കാൻ പോണ വീഡിയോ അടുത്ത വർഷം ഫെബ്രുവരി. അപ്പോൾ എല്ലാവർക്കും തംസ് അപ്പ്. അതിന് മുന്നേ എന്തായാലും ഈ വീഡിയോ വരും. അതുകൊണ്ട് എന്താണ് കോണ്ടന്റ് നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഡിസ്കവറി ചാനലിൽ ഉടനെ ജോലി കിട്ടാൻ പോകുന്ന ആളാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ടാറ്റ പറഞ്ഞ് വിട പറയുകയാണ്. എല്ലാവർക്കും വേണ്ടി ടാറ്റ. നമ്മളങ്ങനെ ടാറ്റ പറഞ്ഞ് പോവുകയാണ് ഗൈസ്. ടാറ്റ. നാളെ കാണാം. അവനെന്തോ രാവിലെ തൊട്ട് ചാടാൻ പോവുകയാണ്. വേറെ കണ്ടന്റ് ആണ് അത്. അടുത്ത വർഷം വരും. എന്താണെങ്കിലും അടുത്ത നാളെ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം, എവിടെയെങ്കിലും വെച്ച് കാണും. പിന്നെ ഷാരു നമ്മുടെ പയ്യനും 5-ാം തീയതി പോകണം. 5-ാം തീയതി പോകും. അപ്പോൾ അതിന് മുന്നേ അവരെയും കാണാം. കണ്ടേ, നമ്മൾ അക്വേറിയം കണ്ടിങ്ങനെ നടക്കുകയാണ് ഗൈസ്. എത്ര കണ്ടാലും മതിയാവാത്ത ഒരു വലിയ അക്വേറിയമാണിത്. അതിങ്ങനെ കണ്ട് അമ്പരച്ചുംബികളായ അക്വേറിയം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന ബ്രദർ കണ്ടില്ലേ ഗൈസ്? മനോഹരമായ അക്വേറിയം, മിഡിൽ ഓഫ് ദ മോൾ. മറ്റേ ആ സ്രാവൊക്കെ ഉണ്ട് കേട്ടോ. ഒരു തിമിംഗലത്തിന് അവർ ഇടാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പൊ നമ്മൾ ടാക്സി പിടിക്കാനായി നടക്കുകയാണ് ഗൈസ്. മെന്തം ഇവരൊക്കെ അവരവരെ വീട്ടിൽ പോവുകയാണ്. അല്ല, ഹോട്ടലല്ലേ. നാളെ രാവിലെ തൊട്ട് പണിയുണ്ട്. ഗോൾഡൻ അവർ തൊട്ട് പണിയെടുക്കാനുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് നമ്മൾ ഈ മുഖത്തിൽ കണ്ടോണ്ടിരിക്കുന്നത്. അതെ, ഉച്ച മോഡൽസ് കിടന്നുറങ്ങണം, അല്ലെങ്കിൽ മറ്റേ കണ്ണിൽ മറ്റേ ഇത് വരും, മേക്കപ്പ് ഇടേണ്ടി വരും. അപ്പൊ അവർക്ക് നല്ലൊരു സ്ലീപ്പ് വേണം. അതെ, നോർമലി മോഡൽസ് എണീക്കാറില്ല. പക്ഷെ ഈ പ്രാവശ്യം എണീച്ചേ പറ്റുള്ളൂ. സൺലൈറ്റ് പോകും. പിന്നെ നട്ടുച്ചയ്ക്ക് ഇരുന്ന് ഇത് വീഡിയോ എടുക്കേണ്ടി വരും. കട്ട കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് ഇതാ ഒന്ന് തളർന്നിരിക്കുകയാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, അൺറിവീൽ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഗംഭീര സാധനമാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടും അത് ബുദ്ധിമുട്ടിയിട്ടും വന്നിരിക്കുകയാണ്. ഒരുത്തി നാട്ട് ദുബായിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂട്ടും കോട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. നീ ഏതാ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറഞ്ഞത്? ടാക്സി പിടിക്കാനായിട്ട് ഒരു 1 പീസ് ഇട്ട ഒരു പെണ്ണ് എവളും കൂടെ മൊട്ടാടി. അവള് ഫ്രണ്ടിച്ചെന്ന് കൈ കാണിക്കുന്നു, ഇവള് ഫ്രണ്ടിച്ചെന്ന് കൈ കാണിക്കുന്നു. രണ്ടുപേരും 3-4 പേര് നിർത്താത്ത എന്തോ ഭാഗ്യം. ടാക്സി ഒക്കെ വന്നേക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഷൂട്ടൊക്കെ? അയ്യോ, നല്ല മരുഭൂമിയായിരുന്നു ഏറ്റവും പണി. കാല് വെച്ചിട്ട് ഒരു കാലം എടുക്കണമെങ്കിൽ 2 മന്തി തിന്നത് ഏൽപ്പിക്കണം. മരുഭൂമി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മണലിങ്ങനെ താന്നു വിട്ടേ. ബൂട്ട്സിലൊക്കെ മണ്ണ്. അല്ല, നിന്റെ ഷോർട്സ് ഒക്കെ കിട്ടിയില്ലേ? കിട്ടി. അടിപൊളി. ഇവിടെ വിഷമമുള്ള ഒരുത്തമുണ്ട്. ഒരു ബാറ്ററി മേടിക്കാൻ വേണ്ടി ദുബായ് വന്നവനാണ്. അവന് അത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവന് മട്ടൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുകയാണ്. എടാ, നിനക്കുള്ള ബാറ്ററി ഞാൻ കൊണ്ടുവരൂടാ, എന്റെ വാക്കാണ് കേട്ടാ. 2 അല്ലേ നിനക്ക്? ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. അപ്പൊ നമ്മള് മലബാർ ടിഫിനിലാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് ഡിന്നർ. ഉള്ള ബിരിയാണി തട്ടണ എങ്ങനെയുണ്ടേ? സൂപ്പർ സാധനം. മട്ടൻ ബിരിയാണി ഏട്ടാ കഴിക്കണത്. എന്താണെങ്കിലും ഭയങ്കര പട്ടിണി എടുത്തിട്ട് വന്നേണ്. എടി എങ്ങനെയുണ്ട്? നൈസല്ലേ? നീ കഴിച്ചാ? നീ കഴിച്ചിട്ട് പറയടേ. മട്ടൻ കഴി. അത് കഴി. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? കാർത്തിക് സൂര്യ അപ്രൂവ്ഡ് അല്ലേടാ? എടാ, വീവോ എങ്ങനെയുണ്ട്? നമ്മൾ തന്റെ ഈ ഫോൺ വെച്ച് കുറച്ച് ഫോട്ടോ എടുത്ത് ഫോട്ടോഗ്രാഫർ നിൽക്കുന്നു. ഫോട്ടോഗ്രാഫറിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പോ വെയിറ്റ് ഫോർ ദ റിവ്യൂ ഗൈസ്. കിട്ടില്ല ഫോൺ കേട്ടോ, വേറെ ലെവലാണ്. അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ച് ഇവന്റെ പൊന്നളിയാ ഗൈസ്. ഇവൻ വിവോയുടെ ഒരു എന്തൊരു എന്തിനാ പറയണത്, പ്രോസസിങ്. എടുത്തപ്പോ വേറൊരാള്, വന്നപ്പോ വേറെ ഒരാള്. 2 ഫോട്ടോ കാണിച്ചു തരും. ഒരു രക്ഷയില്ല. അവന്റെ കുറെ ജില്ലി ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തോ പ്രശ്നമുണ്ട് പോസ്റ്റില്. ഇവൻ ആ പോസ്റ്റിൽ നിർത്തി നമ്മളെല്ലാവരും ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ നാളെ പോവുകയാണല്ലേ? നാളെ ഇറങ്ങുവാണ്. നാളെ പോവുകയാണ്. ഇന്ന് എടുത്ത കോണ്ടന്റ് അടുത്ത വർഷം വരും. ഇല്ല, ഉടനെ അടുത്ത വർഷം ജാനുവരി. എടാ, ഞാൻ ഒരു എക്സ്പെരിമെന്റ് കൂടെ ട്രൈ ചെയ്ത് നോക്കിയടാ. ആണോ? എന്ന് പറഞ്ഞാൽ ഇന്ന് എടുത്ത കോണ്ടന്റ് ഞാൻ 3 ഭാഷയില് എടുത്തിട്ടുണ്ട്. അപ്പം ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. അപ്പം അത് എനിക്ക് ഭ്രാന്തായി. അത് എടുത്തെടുത്ത് AI-നെ തോപ്പിച്ചുകൊണ്ട് കാർത്തിക് സൂര്യ 3 വെർഷനിൽ എടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു നഗ്നമായ സത്യം മനസ്സിലാക്കി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ ഭയങ്കര വീക്കാണ്.
ഞാനും വളരെ വീക്കാണ്. എന്നെ കൊണ്ട് ഒട്ടും പറ്റൂല ഇംഗ്ലീഷ്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവാണ്. നമ്മളെ ഹ്യൂമറൊന്നും വരൂല അതിൽ. അതൊക്കെ ഈ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു മതാമുണ്ട്, പുള്ളിക്കാരിക്ക് പറ്റും, നമുക്ക് പറ്റില്ല. ഏത് നമ്മുടെ ശരണ്യല്ല, വേറൊരാളുണ്ട്. നിങ്ങൾ നാളെ ഷോപ്പിങ്ങിന് പോകണം. അപ്പൊ നാളെ മൊത്തം അവര് അവിടെയാണ്. എനിക്ക് സമാധാനം. ഞാൻ പോവാണ് ഗൈസ്. ഇനി അവളുടെ കല്യാണത്തിന് അവനെ കാണും. യെസ്, കല്യാണത്തിന് നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. ഞാൻ ഇങ്ങനെ നടന്നു പോണ്. ഹലോ, നീ എവിടെ നിന്ന്? അത് യവന്റെ ഒരു വാച്ച് കൊടുക്കാൻ വന്ന ഉള്ളപ്പോ അതേ യവന്റെ സർപ്രൈസ് മുഖം അതാണ്. ഡിഫറെന്റ് സർപ്രൈസ് ആവാൻ പറ്റുമല്ലോ ചിലപ്പോ. ഇനി ഞെട്ടാ, അടുത്ത പ്രാവശ്യം ഞാൻ ഞെട്ടു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളിനി നമ്മള് ഒരു ദിവസം കാണും. വന്നില്ലല്ലോ, ജനുവരിയിൽ കാണും. ജനുവരിയിൽ നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.